ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ എങ്ങനെ നല്ലൊരു ബീഫ് കറി ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ബീഫ് കറി ആയിരിക്കും ഇത്. എന്നാൽ ശരി, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിനാണ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർന്നത് തന്നെയാണ്, അതായത് എല്ലിൻ്റെ പീസും അതുപോലെ തന്നെ മാംസം ഒക്കെ ചേർന്നിട്ടുള്ള 1 കിലോ അളവിലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ ബീഫും തയ്യാറാക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോത്തിറച്ചിയൊക്കെ ഉണ്ടല്ലോ, അതും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയിട്ടില്ല, നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 തവണ മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ. കൂടുതൽ തവണ നമ്മൾ ബീഫൊന്നും കഴുകരുത്, എങ്കിൽ പിന്നെ ആ ബീഫിൻ്റെ ടേസ്റ്റ് പാടെ അങ്ങ് മാറിപ്പോകും. ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിലിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കഴുകിയെടുത്ത ബീഫെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം കേട്ടോ. ഒരുപാട് വലിയ കുക്കർ എടുക്കേണ്ട, അതുപോലെ തന്നെ തീരെ ചെറിയ കുക്കറും ആയി പോകരുത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എടുക്കുന്ന ഈ കുക്കറിന്റെ വലിപ്പം ഏതാണെന്ന്. ഇത് 4 ലിറ്ററിന്റെ കുക്കറാണ്. ഈ കുക്കറിന് ധാരാളം മതിയാകും നമ്മുടെ ഈ 1 കിലോ അളവിലുള്ള ബീഫ് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ ഈ ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ 2 പീസ് അളവിൽ ഇഞ്ചി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിമെയ്ഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്, അതിലൊരു 3 വെളുത്തുള്ളി അല്ലിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിത് കറി തയ്യാറാക്കുന്ന സമയത്തും കൂടി ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തല്ലിയെടുക്കാം കേട്ടോ. ഈ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ബീഫിലേക്ക് ചേർക്കുന്നത്. കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. നമ്മുടെ ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം തന്നെ ചേർത്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഉപ്പ് നന്നായിട്ട് ബീഫിൽ പിടിച്ച് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കാം കേട്ടോ. ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. കാരണം നമ്മൾ ബീഫിൻ്റെ ആ ഒരു വേഗം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. നന്നായിട്ട് തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വെള്ളം വെക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ ഇച്ചിരി നല്ലതുപോലെ ഗ്രേവി ഉണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ നന്നായിട്ട് വിസിൽ മാത്രം വരും, നല്ലതുപോലെ വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 വിസിലാണ് ഇത് വെക്കുന്നത്. 5 വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എടുക്കും. അതല്ല കുറച്ചുകൂടി വേഗമുണ്ടെങ്കിൽ നമുക്ക് 2-3 വിസിലും കൂടി ഇടേണ്ടി വരും. അത് ഓരോ ബീഫിൻ്റെയും ഇതനുസരിച്ചിട്ട് ഉണ്ടാവും കേട്ടോ. ചില ബീഫൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് നല്ല ഒരുപാട് വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴേ അത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ 1 കിലോ ബീഫിന് ഇതുപോലെ 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക്. വീട്ടിൽ ചെടികളൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിലേ ഇതുപോലെ നമ്മുടെ ഈ സവാളയുടെ തൊലിയൊക്കെ അരിഞ്ഞെടുത്തത്, ഇതിപ്പോൾ ഇച്ചിരി സവാളയുടെ മേൽഭാഗത്തുള്ള ഈ ഒരു സ്കിന്നും കൊള്ളില്ല കേട്ടോ. അതിൻ്റെ പേരിൽ അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തോട് മാത്രം നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന സവാളയുടെ തോടൊക്കെ നമുക്ക് 2-3 ദിവസമൊക്കെ വെച്ചൊന്ന് വളമാക്കിയിട്ടൊക്കെ നമ്മുടെ ചെടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. ഒരുപാട് കനം കുറച്ചും അരിയണ്ട, അതുപോലെ തന്നെ ഒരുപാട് കനത്തിലും അരിയണ്ട കേട്ടോ. ചെറിയൊരു മീഡിയം അളവിൽ നമ്മളിതൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകട്ടെ. കംപ്ലീറ്റ് പ്രഷറും പോയതിനു ശേഷം മാത്രം നമുക്കതൊന്ന് തുറക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. കടായി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർക്കാം. എല്ലാ സവാളയും അങ്ങ് ചേർത്തേക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സവാള അതിൻ്റെ പേരിലാണ് 4 എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 3 സവാള മതി. സവാള ചേർത്തിട്ട് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എപ്പോഴും നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു കുറുകിയ ചാറ് കിട്ടുന്നത് അത് ഇതുപോലെ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രീതിക്കുള്ള നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ ചാറ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലൂസായിരിക്കും അതിൻ്റെ ആ ഒരു കറി എന്ന് പറയുന്നത്. അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കളറ് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്
എപ്പോഴും ബീഫ് കറിക്ക് ആ തനത് രുചി കൊടുക്കുന്നത്. പലരും കമന്റ് വഴി ചോദിക്കുന്നതാണ് ഈ കടായിയൊക്കെ ഏതാണെന്ന്. ഇത് കാസ്റ്റ് കടായി ആണ്. അപ്പോൾ കാസ്റ്റ് കടായി മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചാനലിൽ തന്നെ. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മിക്കതും ഞാൻ ഓൺലൈൻ വഴി വാങ്ങുന്നതാണ്. ആ ഓൺലൈൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതുമാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് കേട്ടോ. ബീഫ് കണ്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ, കുറച്ചുകൂടി വേകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു 2 വിസിലും കൂടി വെക്കുകയാണ്. 2 വിസിലും കൂടി വരുമ്പോഴേ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 5 വിസിലൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ കൂടുതൽ വിസിൽ വെക്കാനായിട്ട്. 7 വിസിലൊക്കെ നമ്മൾ ഫസ്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് വേവിക്കാം. അപ്പോൾ 2 വിസിലും കൂടി ഒന്ന് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ സവാളയിലെ കളറൊക്കെ നന്നായിട്ട് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. ഇച്ചിരി കൂടി എരിവ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മുളക് പൊടി എടുത്ത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി. ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി വരട്ടെ. നമ്മുടെ ഈ മസാലയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ തക്കാളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഈ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയമെടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിക്ക് ബീഫ് കറി തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് കറി കിട്ടും കേട്ടോ. 2 വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇരുന്ന പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതായത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഈ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ചേഞ്ച് ആയി വരും. ഈ ഒരു സമയം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫിലേക്ക് ഞാനിപ്പോൾ ഒരു 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വെന്തുടയട്ടെ തക്കാളിയെല്ലാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ബീഫിന്റെ ആ ഒരു സ്റ്റോക്കോട് കൂടി ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഇനി എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഈ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെ നമ്മളൊന്ന് സമയം കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ബീഫൊക്കെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എടുക്കരുത്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം ചേർത്ത് നോക്കിയാൽ മതിയാവും. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ ഗ്രേവിയിലേക്ക് ഒന്ന് ആകുമ്പോഴത്തേക്കും ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീഫ് എല്ലാം നന്നായിട്ട് ഇതിനെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇപ്പോൾ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഉള്ളത്. കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടണം നമുക്ക്. അപ്പോഴാണ് ആ കുറുകി ഇങ്ങനെ ഇരിക്കുന്ന ബീഫ് കറിയാണ് കൂടുതൽ രുചികരം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി സ്പെഷ്യലായിട്ട് ചേർക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ബീഫ് കറിയിലേക്ക് ഒരു അല്പം തേങ്ങാ കഷ്ണം കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പീലറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുപോലെ കുറച്ച് തേങ്ങ കഷ്ണം മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ട് മാക്സിമം ഒന്ന് അരിഞ്ഞെടുത്തേക്കണം. കാരണം ഇത് പിന്നീട് ഒരുപാട് കട്ടിക്ക് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വെന്ത് കിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മളിനി കുറച്ച് സമയം കൂടി മാത്രമേ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഈ ഒരളവിൽ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിലേക്ക് അരിഞ്ഞ് ചേർക്കാം. നമ്മുടെ ക്യാമറമാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഇത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി തരുമോ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു പൊറോട്ടയൊക്കെ വാങ്ങി വെച്ചിട്ട് കൂടെ കഴിക്കാമെന്ന്.
ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മുടെ ബീഫ് കറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇതൊരു ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം കറിവേപ്പില, കൂടെ ഒരു 2 പച്ചമുളകും കൂടിയാണ് കേട്ടോ. ലാസ്റ്റ് മാത്രം നമുക്ക് ഈ പച്ചമുളകും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൂപ്പറായിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ചൂട് പൊറാട്ടയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ എങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയോ നമുക്കത് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബീഫ് കറി നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ബീഫ് കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോത്തുകറി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. രുചികരമായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകളോട് കൂടി തന്നെ നിങ്ങൾ ബീഫ് കറി തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.